എന്നാ ചൂടാണേ. വി ഓൾ ഡിസേർവ് ടു ബി ട്രീറ്റഡ് വെൽ അല്ലേ? അതായത് ഇത്രയും ചൂടൊക്കെയുള്ള സമയത്ത് നമ്മൾ പണിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പണി കഴിഞ്ഞ് വരുമ്പോഴോ ഇനി ഇതിനിടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബസ് കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നല്ലതായിട്ട് പീസ്ഫുൾ ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ചൂടൊന്നും ഏക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലേ? അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് നമ്മുടെ കേരളത്തിലുണ്ട്. ആ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കണ്ടിട്ട് വന്നാലോ? കം ഓൺ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ കിടിലൻ ബസ് സ്റ്റോപ്പ്. 7 മാസങ്ങൾക്ക് മുൻപാണ് ഒപ്പം എന്ന ഇനിഷ്യേറ്റീവ്, നമ്മുടെ മന്ത്രി പി രാജീവിന്റെ ഒപ്പം എന്ന ഇനിഷ്യേറ്റീവും അതേപോലെ നിപ്പോൺ ടൊയോട്ടയും കൂടി സഹകരിച്ച് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ വരുന്നത്. ആൻഡ് ഇപ്പോഴും ഈ 7 മാസങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ മാനേജ് ചെയ്ത് വെൽ ക്ലീൻഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? നമുക്ക് പോയി നോക്കിയാലോ? കമോ. അത്രയും ചൂടത്ത് ഇവിടേക്ക് വന്നപ്പോഴേക്കും നല്ല റിലീഫ് ഉണ്ട്. കാരണം സെൻട്രലൈസ്ഡ് AC ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മാസത്തിന് മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ എത്രത്തോളം ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഇരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സെൻട്രലൈസ്ഡ് AC ഉണ്ട്, ഒരു സ്നാക്സിന് വേണ്ടിയുള്ള വെൻഡിങ് മെഷീൻ ഉണ്ട്, ആൻഡ് ഇരിക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, ഡസ്റ്റ്ബിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പാട്ടും കേൾക്കാം. പക്ഷെ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ് എ വിമൻ നമ്മൾ എല്ലാവരും കരുതുന്നത് എന്താണ്? സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTV ക്യാമറാസ് 2 എണ്ണം ഇവിടെ ഉണ്ട്. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനായിട്ട് ഇത് കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഏരിയയിൽ ഇതുപോലെ ഒരു സാധനം പ്ലേസ് ചെയ്യുന്ന വെച്ചാൽ നല്ലൊരു ഇനിഷ്യേറ്റീവ്. വളരെ ആഹ്ലാദകരവും മാനസികമായിട്ട് ഉല്ലാസവും. അപ്പൊ സെൻട്രലൈസ് AC ഒക്കെ ഉള്ള നല്ല കിടിലൻ ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടു. അതിനോട് ചേർന്ന ഒരു വിശാലമായ പാർക്കിംഗ് സ്ലോട്ട് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഒരു ആഴം കൂടി, ഒരു സർപ്രൈസ് കൂടി ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താം. അതായത് നമ്മുടെ മന്ത്രി പി രാജീവിന്റെ ഒപ്പം ഇനിഷ്യേറ്റീവിന്റെ അണ്ടറിൽ ഇനി ഒരു കംഫർട്ട് സ്റ്റേഷൻ കൂടി ഇതിനോടടുത്ത് വരുന്നുണ്ട്. സോ അതിനായിട്ട് സ്റ്റേ ട്യൂൺഡ്.